എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വാശ്രയ സമരത്തിൽ നിലപാടുകളിൽ മലക്കം മറിഞ്ഞ വി എസ്. സമരത്തോടുള്ള സർക്കാർ നിലപാട് തെറ്റെന്ന് ആദ്യ പ്രതികരണം. വളരെ തെറ്റാണ്. വി എസിന് ഡിവൈഎഫ്ഐയുടെ വിമർശനം. വി എസിനെ വിമർശിച്ച് ഇ പി ജയരാജനും. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി വി എസ് അച്യുതാനന്ദൻ. പ്രതിപക്ഷത്തിന്റെ സ്വാശ്രയ സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ലെന്ന് വി എസ് പറഞ്ഞു. എന്നാൽ വൈകിട്ടോടെ വി എസ് പ്രസ്താവന തിരുത്തി. SBT-SBI ലയനത്തിനെതിരായ സമരം ഒത്തുതീർപ്പാക്കണമെന്നായിരുന്നു വി എസിന്റെ തിരുത്ത്. അതേസമയം വി എസിന്റെ രാവിലത്തെ വാക്കുകളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. സ്വാശ്രയ പ്രശ്നമുയർത്തി പ്രതിപക്ഷ MLA-മാർ നിയമസഭയിൽ നിരാഹാരം തുടങ്ങി 5 ദിവസം കഴിഞ്ഞിട്ടും സമവായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി വി എസ് രംഗത്ത് വന്നത്. സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനം ശരിയാണോ എന്ന ചോദ്യത്തിന് വി എസിന്റെ മറുപടി ഇതായിരുന്നു. സർക്കാരിന്റെ നയം ശരിയാണോ? ഇത് ശരിയല്ല, വളരെ തെറ്റാണ്. സമരം ഒത്തുതീർപ്പാക്കണമെന്നാണോ? ഒത്തുതീർപ്പാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ വൈകിട്ടോടെ വി എസ് തന്റെ പ്രസ്താവന തിരുത്തി. സർക്കാരിനെതിരെ താൻ പറഞ്ഞതായി വരുന്ന വാർത്തകൾ തെറ്റാണ്. SBT-SBI ലയനത്തിനെതിരായ സമരവേദിയിൽ നിന്ന് തിരികെ വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ആരാഞ്ഞത്. ആ സമരം ഒത്തുതീർക്കണമെന്നാണ് താൻ പ്രതികരിച്ചത്. താനും സർക്കാരും 2 തട്ടിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നു. ഇത് തന്നെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും വി എസ് തന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കാളപ്പറ്റൊന്ന് കേട്ടതോടെ ചിലർ കയറെടുത്തുവെന്നും കോൺഗ്രസ് നേതാക്കളെ പരോക്ഷമായി ഉദ്ദേശിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ പറയുന്നു. അതേസമയം വി എസിന്റെ രാവിലത്തെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. സമരത്തിനെതിരെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നതോടെ കടുത്ത പ്രതിസന്ധിയിലായ സർക്കാരിന് വി എസിന്റെ തിരുത്തോടെ കുറിച്ച് ആശ്വാസമായിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ ശ്രീ ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, ശ്രീ NM പിയേഴ്സൺ, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ V ശിവദാസൻ, SFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും CPIM-ന്റെ സംസ്ഥാന സമിതി അംഗവും. ആദ്യം ശ്രീ ഡീൻ കുര്യാക്കോസ്, എല്ലാ അധ്യയന വർഷവും സ്വാശ്രയ വിഷയത്തിൽ സംസ്ഥാനത്ത് സമരങ്ങൾ നടക്കാറുണ്ട് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ വക. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടെങ്കിലുമായിട്ട് അതൊരു പതിവാണ്. ഇക്കുറിയും യൂത്ത് കോൺഗ്രസും KSUവും നല്ല നിലയിൽ സമരം ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ സമരം എങ്ങനെ അവസാനിപ്പിക്കും എന്ന ഊരാക്കുടുക്കിലാണോ? ഫീസ് ഘടനയിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് അസന്നിഗ്ധമായി ആരോഗ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയും ഇത് തന്നെയാണ് പറഞ്ഞത്. അല്ല, സർക്കാരിൻ്റെ പിടിവാശിക്ക് മുന്നിൽ ഞങ്ങളാരും മുട്ടുമടക്കില്ല. കാരണം ഇത് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വിഷയം പോലെയല്ല ഇത്. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾക്ക് മുഴുവനും അറിയാം. ഈ ഫീസ് സ്ട്രക്ചർ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ധാർഷ്ട്യത്തിന് മുൻപിൽ നമ്മൾ ഇത്രയും ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. കാരണം ഇവിടെ 34% വർധനവ് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നുന്നു. കാരണം SFIയെ പോലെ DYFIയെ പോലെയുള്ള സംഘടനകൾ അവരുടെ നേതാക്കൾ പറയുന്നതനുസരിച്ച് മാത്രം ഈ സ്വാശ്രയ ലോബിക്ക് വഴങ്ങി നേതാക്കന്മാർ കലിപ്പിക്കുന്നത് പൂർണ്ണമായും അനുസരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ വളരെ ലജ്ജ തോന്നുകയാണ്. ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോൾ AISF-നെ പോലെയുള്ള സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കി സമരരംഗത്തേക്ക് സജീവമായി വരുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. കാരണം ഇവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം അന്യമാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുകയാണ്. അതിനുമപ്പുറത്ത് ഇതിന് പിന്നിൽ വലിയ ഒരു അഴിമതി തന്നെ നടന്നിട്ടുണ്ട്. സഖാവ് VS-ന്റെ രാവിലത്തെ നിലപാടും വൈകുന്നേരത്തെ നിലപാട് മാറ്റവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ അസ്വസ്ഥമാക്കുന്നില്ല. അദ്ദേഹത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം രാവിലെ നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചവരാണ്. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹം നിലപാട് തിരുത്തിയപ്പോൾ ഞങ്ങളിപ്പോൾ അതിയായി സംശയിക്കുന്നു. കാരണം ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്നത് സ്വാശ്രയ ലോബിയാണ്. വലിയ ഒരു അഴിമതി തന്നെ ഈ സ്വാശ്രയ കരാറിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ഓരോ ദിവസം കഴിയുമ്പോഴും ബലപ്പെട്ടു വരികയാണ്. അതിൻ്റെ കൂടി ഭാഗമാണോ സഖാവ് VS അച്യുതാനന്ദൻ്റെ നിലപാട് മാറ്റം? കാരണം അത്രമാത്രം പാർട്ടി നേതൃത്വം സഖാവ് EP ജയരാജനൊക്കെ വൈകുന്നേരം അദ്ദേഹത്തെ വിമർശിച്ചു എന്നറിയുന്നു. ഏതായാലും CPIM-ന്റെ ഉന്നത നേതൃത്വം VS അച്യുതാനന്ദനെ പോലെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനെ വരെ തിരുത്താൻ ശക്തിയുള്ളവരായി മാറിയിട്ടുണ്ട് എങ്കിൽ അത്രമാത്രം പ്രബലമായ സ്വാശ്രയ ലോബിയുടെ കരാള ഹസ്തങ്ങളിലാണ് കേരള ഗവൺമെൻറ്. അപ്പോൾ ഞങ്ങൾ മുട്ടുമടക്കില്ല.
അതിശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ ശരി, മുന്നോട്ട് അതാണ് പോകും. നിലപാട്, അന്തിമ വ്യക്തമാണ് വിജയം നിലപാട്. ന്യായമായ വി. ശിവദാസൻ, ആ നിലയിലേക്ക് സ്വാശ്രയ സർക്കാർ വിഷയത്തിലെ ചർച്ച സർക്കാരിന്റെ കൊണ്ടുവരണം നിലപാട് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആശാസ്യമോ അല്ലയോ എന്ന ചർച്ചയ്ക്ക് മുൻപ് ഇവിടെ ഒരു സമരം നടക്കുകയാണല്ലോ. ജനാധിപത്യ കേരളം ഒട്ടേറെ സമരങ്ങൾ കണ്ട് ചരിത്രമുള്ള ഒരു സംസ്ഥാനമാണ്. നിയമസഭാ സാമാജികർ നിയമസഭയ്ക്കുള്ളിൽ സമരം നടത്തുകയാണ്. ആ സമരം 5 ദിവസം പിന്നിട്ട് നാളെ 6-ാം ദിവസം നടക്കാൻ പോവുകയാണ്. പക്ഷേ ഈ സമരത്തോടൊരു ജനാധിപത്യപരമായ ബഹുമാനം ഈ സർക്കാർ കാണിക്കാത്തത് എന്ത് എന്ന സംശയം കേരളത്തിൽ പൊതുസമൂഹത്തിൽ പലർക്കും ഉണ്ടാകും. ഇന്ന് വി എസിനോടുള്ള ചോദ്യം തന്നെ സമരത്തോടുള്ള സർക്കാരിൻ്റെ നയം ശരിയാണോ അല്ലയോ എന്നുള്ളതായിരുന്നു. അതിലാണ് അദ്ദേഹം ശരിയല്ല, വളരെ തെറ്റാണ് എന്ന മറുപടി പറഞ്ഞത്. ഒരു സമരത്തെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? ഇവിടെ വിഷയം സ്വാശ്രയ കോളേജിലെ ഫീസ് ഘടനയുമായി ബന്ധപ്പെട്ടാണല്ലോ. ഞാൻ ഒരു കണക്ക് ഇവിടെ വ്യക്തമായിട്ട് തന്നെ പറയാം. ആ കണക്ക് പറ്റുമെങ്കിൽ പേപ്പറെങ്ങാനും ഉണ്ടെങ്കിൽ കുറിച്ചു വെക്കുന്നത് നല്ലത്. കഴിഞ്ഞ തവണ ഈ 2016-17ലെയും 2015-16ലെയും ഫീസ് ഘടന ഒന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. ഈ വർഷത്തെ ആദ്യത്തെ 1225 സീറ്റുകൾക്ക് എന്ന് പറഞ്ഞാൽ മെറിറ്റ് 25,000 രൂപ 2.5 ലക്ഷം രൂപയും കൊടുക്കേണ്ടി വരുന്ന ഫീസുകൾ എന്ന് പറയുന്ന 1225 ഫീസുകൾക്ക് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടി വരുന്ന മൊത്തം ഫീസ് എന്ന് പറയുന്നത് 19,60,00,000 ഒന്നുകൂടി ഡീനിന് കണക്കറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പേപ്പറിൽ കുറിച്ചു വെക്കാം. ഈ വർഷത്തെ ആദ്യത്തെ 1225 സീറ്റുകൾക്ക് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടി വരുന്ന മാനേജ്മെൻറ്റുകൾക്ക് കിട്ടുന്ന ആകെ ഫീസ് 19,60,00,000. എന്നാൽ 1225 സീറ്റുകൾക്ക് 2015-16 മാനേജ്മെൻറ്റുകൾക്ക് കിട്ടിയിരുന്ന വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടിയിരുന്ന ഫീസ് എന്ന് പറയുന്നത് 45,66,00,000 രൂപയാണ്. ഞാൻ അവിടെയും കണക്ക് പറയാം. കഴിഞ്ഞ വർഷം 329 സീറ്റുകളുടെ ഫീസ് 25,000 രൂപയാണ്. 471 സീറ്റുകളുടെ ഫീസ് 1,80,000 425 സീറ്റുകളുടെ ഫീസ് 8,50,000 എല്ലാം ചേർത്താൽ 45,66,00,000 രൂപ. ഈ തവണ 490 സീറ്റുകളുടെ ഫീസ് 25,000 രൂപയാണ്. 735 സീറ്റുകളുടെ ഫീസ് 2.5 ലക്ഷം രൂപയാണ്. അങ്ങനെ ഈ വർഷം 19,60,00,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടി വന്നിരുന്ന ഫീസിനേക്കാൾ 26 കോടി രൂപ കുറവാണ് ഈ തവണ വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടി വരുന്ന ഫീസ്. മാനേജ്മെൻറ്റുകൾക്ക് കിട്ടുന്നതിൻ്റെ കുറവ് വന്നിട്ടുള്ളത്. ഇതാണ് UDFൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കരാറുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ ഭാഗമായി 26 കോടി രൂപ മാനേജ്മെൻറ്റുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 8.5 ലക്ഷം രൂപ കൊടുക്കേണ്ടിയിരുന്ന മാനേജ്മെൻറ്റ് സീറ്റുകൾ കൂടി പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ തവണ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഇങ്ങനെയൊരു സമീപനം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുകയാണ്, ഡീൻ ഒന്നുകൂടി ചേർത്ത് വെക്കുക, ഒന്നുകൂടി കൂട്ടിവെക്കുക. 1225 സീറ്റിന് കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടി വന്ന 45,60,00,000 അതല്ല ഈ വർഷം 1225 സീറ്റുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന 19,60,00,000 മാനേജ്മെന്റുകൾക്ക് ലാഭമായി വരിക. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടനയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കറിയാം. ഇത്ര വലിയൊരു നഷ്ടം സഹിച്ച് ഈ മാനേജ്മെന്റുകൾ സർക്കാരുമായി ഒരു കരാറൊക്കെ ഒപ്പിടാൻ മാത്രം ഹൃദയവിശാലത കാണിച്ചോ എന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. ശരി, ഈ കണക്ക് മുൻപിൽ വെച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന നിയമസഭാ സാമാജികരോടും പ്രതിപക്ഷ നേതാക്കളോടും ഇതാ ഇങ്ങനെയാണ് കേട്ടോ വസ്തുത, നിങ്ങൾ സമരം ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു സമവായത്തിലെത്താമല്ലോ. ചർച്ചയേ ഇല്ല, വാതിലടയ്ക്കുകയാണ് ആര്? സർക്കാർ. ഈ കണക്ക് പ്രതിപക്ഷത്തെ നേതാക്കളെ ബോധിപ്പിക്കാൻ ശ്രമിക്കാമല്ലോ. അത് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അല്ല, പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാനേജ്മെന്റുകളോട് അവർക്ക് ചില കടപ്പാടുകളുണ്ട്. അത് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. ഫീസിന്റെ ഘടനയിലേക്ക് ഒന്നുകൂടി പോകുമ്പോഴാണ് അതിന്റെ കൃത്യം മനസ്സിലാവുക. കഴിഞ്ഞ വർഷം ഇവർ നിശ്ചയിച്ച ഫീസുകൾ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സീറ്റുകൾക്കകത്ത് മാനേജ്മെന്റിന് ഇഷ്ടമുള്ള ആളെ പ്രവേശിപ്പിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പ്രവേശിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഇത്തവണ വന്നിരിക്കുകയാണ്. മാനേജ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെങ്കിലും പ്രവേശിച്ചു പോകാൻ പറ്റില്ല. മാനേജ്മെന്റുകൾക്ക് നീറ്റ് മെറിറ്റിൽ നിന്ന് മാത്രമേ പ്രവേശനം നടത്താൻ പറ്റൂ.
കൊടുക്കുന്നു. അത് അങ്ങനെ പറ്റൂ നിയമപരമായി സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം അഭിലാഷ് ശ്രദ്ധിക്കൂ. അഭിലാഷ് ശ്രദ്ധിക്കൂ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ കണക്ക് കൊണ്ടുള്ള കൺഫ്യൂഷൻ എന്തായാലും ഇത്തവണ 25,000 രൂപ ഫീസിൽ പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ തവണ പഠിക്കാൻ കഴിഞ്ഞ കുട്ടികളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. വസ്തുതയാണത്. 25,000 രൂപയ്ക്ക് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം കൂടി, സർക്കാരിന് അലോട്ട് ചെയ്യാവുന്ന കുട്ടികളുടെ എണ്ണം കൂടി. 1150 സീറ്റുകളിൽ സർക്കാരിൻ്റെ 50% അത്രയും സീറ്റുകളുണ്ട്. ഗണ്യമായ വർധനയുണ്ട്. ആ അർത്ഥത്തിൽ ശരിയാണ്. ഇതെല്ലാം ഒന്നും ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് വലിയ കച്ചവടമല്ലേ? അങ്ങനെ ഒരു കച്ചവടത്തിൽ പൊതു താല്പര്യം സംരക്ഷിക്കാൻ പോകാവുന്ന അത്രയും പോയതിന് ശേഷം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പോരെ? അല്ല, എനിക്കൊരു 2 മിനിറ്റ് സമയം തരണം. കാരണം ഒന്ന്, ശിവദാസൻ ഒരു കള്ളക്കണക്ക് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഏതായാലും 1 മാസമായി ഞങ്ങളൊക്കെ വെയിൽ കൊണ്ടും നിരാഹാരം കിടന്നുമൊക്കെ വലിയ സമരത്തിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്ത, ഞങ്ങൾക്കെന്നല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും, ഇപ്പോൾ കേരള നിയമസഭ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കണക്കുകൾ തന്നെയാണ്. കണക്കുകൾ ഞാനും പറയാം, ഏതാണ് ബോധ്യപ്പെടുന്നത് എന്ന് കേൾക്കുന്നവർ തീരുമാനിച്ചുകൊള്ളട്ടെ. ഞാനൊരു കാര്യം പറയാം. സീറ്റിൻ്റെ എണ്ണം വർദ്ധിച്ച കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന്, കഴിഞ്ഞ തവണ 14 കോളേജുകളായിരുന്നു എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 21ലേക്ക് വർദ്ധിച്ചു. അതിന് കാരണം 2 പുതിയ കോളേജുകൾ പുതുതായി ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം വാങ്ങി. 3 കോളേജുകൾ പുതുതായി അംഗീകാരം വാങ്ങി. പിന്നെ ചില കോളേജുകളിൽ 100 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 150 സീറ്റുകളായി വർദ്ധിച്ചു. ചിലയിടങ്ങളിൽ 200 സീറ്റുകളായി വർദ്ധിച്ചു. ഇനി ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള ഈ കരാർ പ്രകാരം ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് സ്വാശ്രയ കോളേജിന്റെ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. അപ്പോൾ വലിയ ലാഭം കൊതിക്കുന്ന മുഴുവൻ മാനേജ്മെന്റുകളും വന്ന് ഈ കരാറിൽ ഒപ്പുവെച്ചു. ഞങ്ങൾക്കാകെ 14 കോളേജുകളുമായി മാത്രമേ ഒപ്പുവെക്കാൻ സാധിച്ചുള്ളൂ. സ്വാഭാവികമായി സീറ്റിന്റെ എണ്ണം വർദ്ധിച്ചു. ആ വർദ്ധിച്ച കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് 25,000 രൂപയ്ക്ക് കൂടുതൽ ആളുകൾക്ക് പ്രവേശിപ്പിക്കാം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഒന്ന്, ഇനിയിപ്പോ ഫീസ് ഘടനയിലേക്ക് കടന്നാൽ എന്തിനാണ് ശിവദാസൻ അധികം കടന്നു പോകുന്നത്? 25,000 രൂപയ്ക്ക് പഠിക്കാവുന്ന 20% ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത്, 20% എന്ന് പറയുന്നത് SCBC കോട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കഴിഞ്ഞ 5 വർഷവും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യവും ആ 20% എന്നുള്ളത് വർദ്ധിച്ചിട്ടൊന്നുമില്ല. ആ 20% മാത്രമേ ഉള്ളൂ. ബാക്കി 30%ത്തിൽ 1,85,000 രൂപ എന്നുള്ളത് 2.5 ലക്ഷമായി വർദ്ധിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾ കേവലം 47,000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തിയപ്പോൾ നിങ്ങൾ 65,000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തി. 8.5 ലക്ഷം ഉണ്ടായിരുന്ന മാനേജ്മെന്റ് സീറ്റിന് നിങ്ങൾ 11 ലക്ഷമാക്കി നിജപ്പെടുത്തി. 2.5 ലക്ഷം രൂപയുടെ വർധനമാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ആകെ 3 ലക്ഷമായിരുന്നു വർദ്ധിച്ചത്. ഇപ്പോൾ 2.5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. NRI കോട്ടയിൽ 12.5 ലക്ഷം നിങ്ങൾ 15 ലക്ഷമാക്കി 2.5 ലക്ഷം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 3 ലക്ഷമായിരുന്നു കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ വർദ്ധിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഓരോ അധ്യയന വർഷവും 6.81% മാത്രമായിരുന്നു വർധനമെങ്കിൽ ഈ ഒറ്റ കൊല്ലം കൊണ്ട് നിങ്ങൾ 34%-ലധികം വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ വർധനവ് എന്തിന്റെ പേരിൽ? സ്വാശ്രയ കോളേജിൽ ഫീസ് കുറയ്ക്കേണ്ട സമയത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അല്പം രാഷ്ട്രീയവും പറയണമല്ലോ. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് VS അച്യുതാനന്ദൻ സർക്കാർ ഈ സമരത്തെ നേരിടുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിനാണ് ശരിയല്ല, വളരെ തെറ്റാണ് എന്ന് പ്രതിവചിച്ചത്. അദ്ദേഹത്തിന് വൈകുന്നേരമാകുമ്പോൾ ഞാൻ SBI SBT വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് വിശദീകരിക്കേണ്ടി വന്നു. ഒരു പക്ഷേ VS അച്യുതാനന്ദൻ രാവിലെ മാധ്യമപ്രവർത്തകർ അടുത്ത് നിന്ന് ചോദിച്ചപ്പോൾ കേട്ടതിൻ്റെ പിശകുമാകാം. പക്ഷേ പൊതുസമൂഹത്തിന് മുൻപിൽ സർക്കാർ ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയോട് വിയോജിപ്പുണ്ടാകാനിടയില്ലേ? കുറെ കൂടിയൊക്കെ ബഹുമാനത്തോടെ പ്രതിപക്ഷം ഒരു സമരം നടത്തുകയാണ്. പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ കേൾക്കണം. എന്നിട്ട് അവർക്ക് സാധ്യമാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ വിട്ടുവീഴ്ചയെങ്കിലും ചെയ്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതായിരിക്കില്ലേ പൊതുസമൂഹത്തിൻ്റെയും താല്പര്യം? അല്ല, ഒരു സമരവും ഇങ്ങനെ നീണ്ടുപോകുന്നത് നിലവിലുള്ള സർക്കാരിന്, അതേത് സർക്കാരാണെങ്കിലും അത്ര ശരിയായ കാര്യമല്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം, പ്രത്യേകിച്ച് CPM സോളാർ കേസിന്റെ പേരിൽ ഒരു വലിയ സമരം നടത്തിയല്ലോ. പെട്ടെന്ന് അത് നിർത്തി. അത് ഒത്തുതീർപ്പിലാക്കാൻ ഗവൺമെന്റ് പലതരത്തിൽ ശ്രമിച്ചു. ഗവൺമെന്റും വ്യക്തികളും ഒക്കെ ഇടപെട്ടിട്ടാണ് സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചത്.
അതേപോലെ ഈ സമരവും, കാരണം ഈ സമരത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് അഭിലാഷ്. നമ്മൾ ഇവരെ കണക്കുകളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ രാഷ്ട്രീയം കൂടെ കാണണമല്ലോ, രാഷ്ട്രീയം കൂടെ പറയണമല്ലോ. ഇതിനകത്ത് ഡീൻ കുര്യാക്കോസ് വ്യക്തമായ ഒരു ഗ്രഹപാഠം നടത്തിയിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലായത്, ഡീൻ കുര്യാക്കോസ് എനിക്ക് ഇതിൻ്റെ കണക്കുകളെല്ലാം അയച്ചു തന്നു. എപ്പോഴാണെന്നറിയാമോ? ഒരു ദിവസം വെളുപ്പിന് 3 മണിക്ക്. കാരണം അദ്ദേഹം രാത്രിയിൽ നിന്ന് ഒരുപക്ഷെ ഗ്രഹപാഠം ചെയ്യുമായിരുന്നിരിക്കണം. തീർച്ചയായിട്ടും എനിക്ക് ഡീൻ കുര്യാക്കോസിനെ കുറിച്ചൊരു സന്തോഷം തോന്നി. കാരണം കോൺഗ്രസ്സിൽ എല്ലാവരും വളരെ ആ പരാജയത്തിൻ്റെ ഒരു പടുകുഴിയിൽ വീണ് കിടന്ന് തലപൊക്കാനാവാതെ കമന്ന് കിടക്കുമ്പോൾ ഒരാളെങ്കിലും കോൺഗ്രസിനെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ഡീൻ കുര്യാക്കോസും സംഘവും ഒരു വലിയ രാഷ്ട്രീയ നീക്കമാണ് നടത്തിയത്. അത് കോൺഗ്രസിനെ ഒന്ന് തലപൊക്കി നിർത്താൻ സഹായിച്ചു. അല്ലെങ്കിൽ നിയമസഭയിൽ പ്രതിപക്ഷം വളരെ വിഷമിച്ചിങ്ങനെ കഴിയുകയായിരുന്നു. അതും ശക്തമായൊരു ഭരണപക്ഷം വലിയ ഭൂരിപക്ഷത്തോടെ വന്നിരിക്കുന്നു. കരുത്തനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി, അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ അഭിമുഖീകരിക്കാൻ വയ്യാതെ നിൽക്കുമ്പോഴാണ് ഈ സംഭവത്തിൻ്റെ പിന്നിലുണ്ടല്ലോ UDF ഒത്തിരി തെറ്റുകളും പിഴവുകളും കാണിച്ചിട്ടുണ്ട്. ഈ സ്വകാര്യ സംരംഭങ്ങൾ, ഈ കൈക്കൂലി കോളേജുകൾ, മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെ കൊണ്ടുവന്നത് UDF ആണ് പ്രധാനമായിട്ടും. അതിനകത്ത് UDFും അന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരായിരുന്ന ഡീൻ കുര്യാക്കോസ് ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യം ഞാൻ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഈ കാര്യത്തിൽ, ഈ സമരത്തിൽ ഡീൻ കുര്യാക്കോസും അദ്ദേഹത്തിൻ്റെ യുവാക്കളായ ചെറുപ്പക്കാരും സംഘടനയും ഒക്കെ കാണിച്ച ഒരു ശുഷ്കാന്തി, അത് UDFന് ബലം നൽകി. ആ ബലം ശരിക്കും അതിനെ കൈകാര്യം ചെയ്യാൻ, ആ ശക്തിയെ കൈകാര്യം ചെയ്യാൻ, എതിരിടാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും സമരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. നിയമസഭയ്ക്കകത്തും പുറത്തും ഗവൺമെൻറ്റിന് ഒത്തിരി ബിസിനസ്സുകളുണ്ട്. അത് നോക്കി നടത്താൻ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെയുള്ള സമരങ്ങൾ ഉണ്ടായിക്കൂടാ. അതൊക്കെ ഒരു പ്രശ്നമുണ്ടായാലോട്ടെ ഒത്തീർപ്പാകണം. അതാണ് നല്ലൊരു ഗവൺമെൻറ് ചെയ്യേണ്ടത്, നല്ലൊരു സർക്കാർ ചെയ്യേണ്ടത്. അത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ തടയിടാൻ, അതിൻ്റെ ജീവൻ കയറി കയ്യിലെടുത്ത് മുന്നേറുന്ന പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ മുന്നണി അമാന്തം കാണിക്കരുത് എന്നാണ് എൻ്റെ പക്ഷം. റൈറ്റ്, അതാണ്. ശ്രീ NM പിയേഴ്സൺ, താങ്കളുടെ കാഴ്ചപ്പാടിൽ ഈ സമരം പൊളിഞ്ഞോ, അതോ പൊതുജന സമൂഹത്തിൻ്റെ പിന്തുണ നേടിയ ഒരു ജനകീയ സമരമായി മാറിയോ? സമരമായി മാറുമോ എന്നുള്ള ചോദ്യം ഈ സമരത്തിൻ്റെ പിന്നിലുള്ള വിഷയത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നും ഈ കരാറിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള മുഖത്തെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ്. കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ 50% സീറ്റിൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് നീറ്റിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. നീറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്നതായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെറിറ്റ് ടെസ്റ്റാണ്. ആ മെറിറ്റ് സീറ്റിൽ നിന്ന് വിദ്യാർത്ഥികൾ പ്രവേശനം നേടാനായിട്ടുള്ള എല്ലാ വഴികളും ഈ സർക്കാരുണ്ടാക്കിയ കരാറടക്കം മാനേജ്മെൻറ്റുകൾക്ക് അടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ കരാറിൻ്റെ കാതൽ എന്ന് പറഞ്ഞാൽ, മാനേജ്മെൻറ്റ് സീറ്റിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥി അടയ്ക്കേണ്ട ഫീസ് 11 ലക്ഷം രൂപ. അതിനൊപ്പം അവർ ഇൻട്രസ്റ്റ് ഫ്രീ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 11 ലക്ഷം രൂപ. അതിനോടൊപ്പം അവർ കൊടുക്കേണ്ടത് 44 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി. 44 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ 1 കോടി രൂപയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ പണയം വെക്കണം. അതിനോടൊപ്പം തന്നെ 25% പണം അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടിടണം. എന്ന് വെച്ചാൽ 11 ലക്ഷം വീണ്ടും അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടിടണം. 33 ലക്ഷം രൂപ കയ്യിൽ ക്യാഷ് ആയിട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് കേരളത്തിലെ ഒരു സ്വാശ്രയ കോളേജിൽ പ്രവേശനം നേടാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ശിവദാസൻ അറിയാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇടതുപക്ഷ നേതൃത്വത്തിന് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കരാർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നിലവിലില്ല. നമുക്ക് തൊട്ടപ്പുറത്തുള്ളതായിട്ടുള്ള തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രാപ്രദേശിലോ ഒറീസയിലോ, ഇവിടെയെല്ലാം ഞാൻ കൗൺസിലിങ്ങിന് പോയതാണ്. അവിടെയെങ്കിലും ഇത്തരത്തിലുള്ള മനുഷ്യനെ കുരുക്കുന്ന, വിദ്യാർത്ഥിയെ പഠിപ്പിക്കാനായിട്ട് പറ്റാത്ത അത്രമാത്രം ജനവിരുദ്ധമായിട്ടുള്ള, വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നിയമം ഉണ്ടായിട്ടില്ല. ഈ നിയമം എങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടാക്കാനായിട്ട് കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ചോദിക്കാൻ ഇടതുപക്ഷത്ത് മാത്രമല്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പോലും നേതാക്കന്മാർ തയ്യാറല്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഈ സമരത്തിന്റെ വലിയ തരത്തിലുള്ള ട്രാപ്പ് നിലനിൽക്കുന്നത്. ജനങ്ങളെ കുരുക്കി കൊല്ലുകയാണ് ചെയ്തത്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാതിരിക്കുകയാണ് ഇവർ ചെയ്തത്. ശരി, ശ്രീ വി ശിവദാസൻ, ശ്രീ NM പിയേഴ്സൺ അദ്ദേഹത്തിൻ്റെ മകളെ മെഡിസിന് ചേർക്കാനായി ഈ സംസ്ഥാനത്തെ മിക്കവാറും സ്വാശ്രയ കോളേജുകളെയൊക്കെ സമീപിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉരുവം കൊണ്ടിട്ടുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പറഞ്ഞത്.
അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ നീറ്റിൽ നിന്നാണ് ഇക്കുറി പ്രവേശനം നടക്കുന്നത്, അതുകൊണ്ട് സുതാര്യമായി എന്ന്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, മക്കളെ കോളേജിൽ ചേർക്കാൻ പോയ ഏത് രക്ഷിതാവിനും പറയാം, കോടീശ്വരന്മാരായ ആളുകളുടെ മക്കൾക്ക് മാത്രമേ ഈ പറയുന്ന 50% നീറ്റ് മെറിറ്റ് ആധാരമാക്കിയിട്ടുള്ള സീറ്റുകളിൽ പഠിക്കാനാകൂ എന്ന്. ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് 50% മാനേജ്മെന്റ് സീറ്റിലും മെറിറ്റ് ഉറപ്പാക്കിയെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ മെറിറ്റ് കോടികൾ പോക്കറ്റിൽ കനമുള്ള ആളിന് മാത്രമേ നേടാൻ സാധിക്കൂ എന്നുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ്. അഭിലാഷ്, ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാശ്രയ കരാറിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാനമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഇവിടെ കരാറുകളും സ്ഥാപന നടത്തിപ്പും ഇന്ന് സാധ്യമാവൂ. നേരത്തെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൺകറന്റ് ലിസ്റ്റിലാക്കി. ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് നേരത്തെ കോൺഗ്രസ് ഉൾപ്പെടെ എടുത്തിട്ടുള്ള സമീപനം വിദ്യാഭ്യാസ മേഖലയെ സെൻട്രൽ ലിസ്റ്റിലാക്കുക എന്നുള്ള മട്ടിലായിരുന്നു. ഇവിടെ ഈ രാജ്യത്ത് വന്നിട്ടുള്ള വിവിധ കോടതി വിധികളെല്ലാം സംസ്ഥാന ഗവൺമെന്റുകളുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടൽ ശേഷിയെ കുറക്കുന്നതാണ്. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ അല്ല, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ സുപ്രീം കോടതി വിധികളൊക്കെ സംസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ കൂടുതൽ സാധ്യത നൽകുന്നതാണ്. മോഡേൺ ഡെന്റൽ കോളേജ് കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറത്തിറക്കിയ വിധി സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായി പ്രവേശനത്തിൽ ഇടപെടാൻ സാധ്യത നൽകുന്നതാണ്. അതനുസരിച്ചുള്ള ആ വിധിയുടെ സാധൂകരണമാണ് ഇപ്പോൾ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ആ സ്റ്റേറ്റുകൾക്ക് കേരളത്തെക്കാൾ വൃത്തിയായി മുഴുവൻ സീറ്റുകളിലും കേന്ദ്രീകൃതമായ അലോട്ട്മെന്റ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഇതുവരെ നടന്നു എന്നുള്ള അർത്ഥത്തിലാണ് കേരളത്തിന്റെ പ്രവേശനം ശരിവെച്ചതുപോലും. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇനി ഞാൻ പറയുന്നത് എനിക്ക് കൂടി പറയാനുള്ള ഒരു സമയം തരുന്നത് നല്ലത്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നയവും സുപ്രീം കോടതിയുടെ വിധിയും, അഭിലാഷ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കോടതി വിധി ഉൾപ്പെടെ ഞാൻ പരാമർശിക്കുന്നതിന് എനിക്കൊരു പ്രയാസവും വരുന്നില്ല. കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ ഒന്നാമത്തെ ഭാഗമായി നാം കാണേണ്ടത്, ഇവിടെ കോളേജുകളോട് 2 തരത്തിലാണ് കരാറുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞിട്ടുള്ള 23 കോളേജുകൾക്കകത്ത് 20 കോളേജുകളുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. 3 കോളേജുകൾ, ഒന്ന് കരുണ മെഡിക്കൽ കോളേജ്, മറ്റൊന്ന് പാലക്കാട്ടെ കരുണയും, 2 കണ്ണൂർ മെഡിക്കൽ കോളേജും കരാറിൽ ഒപ്പിടാൻ തയ്യാറായിട്ടില്ല. മൂന്നാമത്തെ ഒരു കോളേജ് ഇന്ന് കരാറിൽ ഒപ്പിടാൻ സന്നദ്ധരാണ് എന്ന നിലയിലുള്ള സമീപനം എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 20 കോളേജിൽ 4 കോളേജുകൾക്കകത്ത് കരാർ രൂപപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ 16 കോളേജുകളിലാണ് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കാലത്ത് കരാർ രൂപപ്പെടുന്നത്. അപ്പോൾ ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ കോളേജുകളുമായിട്ട് UDFന്റെ ഭരണകാലത്തുണ്ടാക്കിയിട്ടുള്ള കരാറിലെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ കൂടുതലായിട്ട് ഫീസ് കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ ഭാഗമായി ചേർക്കപ്പെടുന്ന വിദ്യാർത്ഥിയാണോ കൂടുതലായി ഫീസ് കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കരാറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കൂടുതൽ ഫീസ് കൊടുക്കേണ്ടി വരിക. 2, ഞാൻ പറഞ്ഞിട്ടുള്ള കരാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചിട്ടുള്ള മാധ്യമ സുഹൃത്തും പിന്നെ ഡീനും ഒരുപോലെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തെയൊക്കെ ഏറെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊട്ട് അവർ 2 കൂട്ടരോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സ്വാശ്രയ കോളേജ് എന്ന് പറയുന്ന സങ്കല്പത്തോട് വിയോജിപ്പുള്ളവരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള പഴയ യാഥാസ്ഥിതികമായ വാദങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. ഒരു നിമിഷം ശ്രീ NM പിയേഴ്സൺ, ഇതിപ്പോൾ ഈ കൊല്ലം തുടങ്ങിയ കച്ചവടമല്ല, കാലാകാലമായുള്ള കച്ചവടമാണ്. അവിടെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു സ്പേസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിന് ചെയ്യാവുന്നത് വെച്ച് പരമാവധി സീറ്റുകളിൽ കുറഞ്ഞ ഫീസിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഈ സ്വാശ്രയ കോളേജുകളിലെ പ്രവേശനം മുഴുവൻ നിയന്ത്രിക്കുക, ഫീസ് ഒരു ഏകീകൃതമായ ഘടനയിൽ കുറഞ്ഞ ഒരു ഫീസായി പരിമിതപ്പെടുത്തുക, ഇതൊന്നും സർക്കാരിനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നടക്കുന്ന കാര്യം ചെയ്തു, അങ്ങനെ കാണാമോ? അല്ല, ഞാൻ പറയട്ടെ, കേരളത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് നിലവിലുള്ളത്. തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല, ആന്ധ്രാപ്രദേശിലില്ല, നേരത്തെ പറഞ്ഞ ഒറീസയിലില്ല. ഈ സംസ്ഥാനത്തൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നില്ല. ആകെ അത് ഭരിക്കുന്നത് കേരളത്തിലാണ്. എന്നിട്ട് ആ കേരളത്തിലാണ് ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള ഈ കരാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവിടുത്തെ ഹൈക്കോടതി എന്ന് പറയുന്നത് ഇവരെല്ലാം സഹായിക്കുന്ന സമീപനമാണ് ഈ കാര്യത്തിൽ മുഴുവൻ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ 6 പേര് ഇവിടെ കേരളത്തിലെ ഒരു കോളേജിൽ പ്രവേശനത്തിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്, നീറ്റ് അട്ടിമറിച്ചു എന്നും പറഞ്ഞ് കോടതിയെ സമീപിച്ചു.
നിലവിലുള്ളതായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് മുഴുവൻ തന്നെ തലവരിപ്പണം വാങ്ങിയവരുടേതാണെന്ന് കോടതിയുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യക്തമാക്കി. കോടതി ആദ്യം പറഞ്ഞത് 4,28,000 റാങ്ക് വന്നിരിക്കുന്ന ഒരുത്തൻ MBBS പഠിച്ചിറങ്ങിയാൽ രോഗി എത്ര വട്ടം ചത്തു എന്ന് പരിശോധിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ ജഡ്ജി തന്നെ മലക്കം മറിയുകയും അവസാനം കോടതിയിൽ പരാതിയുമായി ചെന്ന വിദ്യാർത്ഥികളെ പിഴയിടുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ശിവദാസൻ ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. നീതി നേടി കോടതിയിലെത്തിയതായിട്ടുള്ള വിദ്യാർത്ഥികളെ 10,000 രൂപ പിഴയടച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ കേരള സംസ്ഥാനം. നിങ്ങൾ SFI ആയി നേതാവായിട്ട് നടന്നിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നീതി നിഷേധിക്കപ്പെടുന്നതായിട്ടുള്ള വിദ്യാർത്ഥി ചെല്ലേണ്ടത് ഹൈക്കോടതിയിലേക്കാണ്. ആ ഹൈക്കോടതിയിൽ ചെല്ലുന്ന സമയത്ത് നീതി തേടി ചെല്ലുന്നവനെ പിടിച്ച് ജയിലിലിടാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ആരാണ് കോടതിയിൽ പരാതിയുമായിട്ട് പോകാനായിട്ട് പോകുന്നത്? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ജുഡീഷ്യൽ ഗുണ്ടായിസമാണത്. അതിനെതിരെ സംസാരിക്കാൻ പോലും ഒരാളില്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എങ്ങനെയാണ് നീതി പ്രതീക്ഷിക്കുന്നത്? നീതി കിട്ടുമെന്ന് കരുതുക? നിങ്ങൾ എവിടെയാണ് സഹായം ജീവിക്കുന്നത്? ശരി, അതാണ് താങ്കളുടെ ചോദ്യം. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇക്കാര്യത്തിലെ നിങ്ങളുടെ ആത്മാർത്ഥത എന്താണ്? രാഷ്ട്രീയമായ ഒരു സമരം നടക്കുന്നു, അതിന് വിജയം അവകാശപ്പെടണമെങ്കിൽ ഇപ്പോൾ പറയുന്നത് പരിഹാരത്തെ ഫീസ് ഒന്ന് കുറച്ചു തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായി വിജയം അവകാശപ്പെടാം. പക്ഷേ ഇവിടെ ഈ മേഖലയിലെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു മാറ്റം അതുകൊണ്ടുണ്ടോ? ഇവിടെ ശ്രീ പിയേഴ്സൺ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി നീറ്റിനെ മെറിറ്റ് എന്നൊക്കെ പറയും, പക്ഷേ മെറിറ്റൊന്നുമില്ല. പണക്കിലുക്കം ആർക്കാണോ കൂടുതൽ അവർക്കാണ് അഡ്മിഷൻ. അക്കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ഈ പറയുമ്പോഴുള്ള മിടുക്കല്ലാതെ അത് അവസാനിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടോ? അല്ല, ഈ കാര്യത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരരംഗത്ത് സജീവമായിട്ടുള്ളത്. ഇവിടെ ഫീസ് വർധനവിനെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. 1,44,50,000 രൂപയാണ് 100 സീറ്റുകൾ മാത്രമുള്ള ഒരു കോളേജിൽ മാനേജ്മെന്റിന് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നിന്നും ഈ അധ്യയന വർഷം കൂടുതൽ ലഭിക്കുന്നത്. തലവരി പണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരാർ ഉണ്ടാക്കിയത് എന്ന് മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നു. തലവരി പണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 50 ലക്ഷം രൂപയാണ് മാനേജ്മെന്റ് കോട്ടയിൽ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1 കോടി രൂപയാണ് NRI കോട്ടയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരാശരി കണക്കെടുത്താൽ ഒരു കോളേജിന് 100 സീറ്റുള്ള ഒരു കോളേജിന് 34 കോടി രൂപയുടെ നേട്ടം ഈ കള്ളക്കരാറിലൂടെ ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ചർച്ചയുടെ ഇടയിൽ നീറ്റ് മെറിറ്റിനെ കുറിച്ച് കടന്നു വന്നല്ലോ. എന്താണ് ഈ അധ്യയന വർഷത്തിന്റെ പ്രത്യേകത? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സർക്കുലർ നിർദ്ദേശങ്ങൾ, നിഷ്കർഷകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റുകളെ നിയന്ത്രിച്ചു നിർത്താനുള്ള എല്ലാ അവസരവും ഈ ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ആദ്യം പറഞ്ഞു മുഴുവൻ സീറ്റുകളിലും ഏകീകൃത കൗൺസിലിംഗ് നടത്താൻ പോവുകയാണ്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു ഇതിന് പിന്നിൽ എന്തോ തട്ടിപ്പുണ്ട് എന്ന്. അങ്ങനെ ഏകീകൃത കൗൺസിലിംഗിന് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തെറിച്ച ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ആഗസ്റ്റ് മാസം 26-ാം തീയതി പരാജയപ്പെടുകയാണ്. പരാജയം ഇരന്നു വാങ്ങുകയായിരുന്നു. വേണ്ട വിധത്തിൽ സർക്കാർ അഭിഭാഷകർ ഹൈക്കോടതിയിൽ പ്രസന്റ് ചെയ്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചു സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന്. ഇവിടെ എല്ലാവരുടെയും കണക്ക് തെറ്റിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയില്ല. അന്ന് പറഞ്ഞു സെപ്റ്റംബർ 30-ാം തീയതി ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിന്റെ നിർദ്ദേശമനുസരിച്ച് 30-ാം തീയതി ക്ലോസ് ചെയ്യണം. എന്നിട്ട് എന്തേ 30-ാം തീയതി ക്ലോസ് ചെയ്യാത്തത്? ഇപ്പൊ കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ച് ഒക്ടോബർ 7-ാം തീയതി വരെ വാങ്ങിയല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു കള്ളക്കളിയാണ്. എങ്ങനെയും കോടതിയിൽ പരാജയപ്പെടാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു. ഏതെല്ലാം അവസരം മാനേജ്മെന്റുകളെ സഹായിക്കാൻ ഉണ്ട് എന്ന് ഗവേഷണം നടത്തിയ ഗവൺമെന്റാണ്. ഞാൻ മനസ്സിലാക്കുന്നു കേരള കൗമുദി പത്രത്തിൽ സെപ്റ്റംബർ മാസം 2-3-ാം തീയതി വന്ന ഒരു സെന്റൻസ്, കാരണം സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഈ കള്ളക്കരാറിൽ ഒപ്പുവെച്ചത്. 3-ാം തീയതി കേരള കൗമുദി പത്രമുണ്ട് എങ്കിൽ ഒന്ന് എടുത്തു നോക്കുക. പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അവസാന സ്വാശ്രയ ചർച്ചയിൽ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് നടത്തിയ അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റിനെ ഒന്ന് നിങ്ങൾ സഹായിക്കണം, അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഗവൺമെന്റ് തയ്യാറാണ് എന്ന ആമുഖത്തോടു കൂടിയാണ് മാനേജ്മെന്റുകളെ അഭിസംബോധന ചെയ്തത്. അപ്പൊ മാനേജ്മെന്റുകളുടെ മുൻപിൽ മുട്ടിലെഴിയുന്ന വിധത്തിലേക്ക് കൈകൾ ബന്ധിക്കപ്പെട്ട ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ അവർ വാങ്ങിയ കണക്കാണ് ഇനി വിജിലൻസ്. ശരി, അതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ നേരത്തെ ശരിയായി സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ശൈഥില്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രതിപക്ഷത്തെ ആത്മവീര്യം തിരികെ കൊണ്ടുവരാൻ സഹായിച്ച ഒന്നാണ് ഈ സമരം. അവരെ ഉറപ്പിച്ചു നിർത്താൻ, സമരോത്സുകരാക്കാൻ സഹായിച്ചു യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം. അത് ശരിയാണ്. പക്ഷേ ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതൊരു പ്രതിസന്ധിയായി മാറുമോ? സർക്കാർ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല.
അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഫീസ് റിവിഷൻ എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. കോടതി ഇത്തവണത്തെ പ്രവേശനം ശരിവെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഫീസ് കുറയ്ക്കുക എന്നുള്ളതൊരു സാധ്യതയേ അല്ല. ഇവർ ഈ സമരം നടത്തി കുടുങ്ങാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ശരിയാണ് അഭിലാഷ് പറയുന്നത് ശരിയാണ്. ഈ സമരത്തിന് അങ്ങോട്ട് ഏത് സമരം തുടങ്ങുമ്പോൾ അത് എവിടെ എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നേതാക്കന്മാരുണ്ടാവണം. അങ്ങനത്തെ മിടുക്കന്മാരാണ് കേരള രാഷ്ട്രീയത്തിലെ ആൾക്കാർ, ഏത് പക്ഷത്താണെങ്കിലും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ശിവദാസൻ സൂചിപ്പിച്ചത് ഞാൻ ഇങ്ങനെ ഡീൻ കുര്യാക്കോസിനെ ഇങ്ങനെ വളരെ പുകഴ്ത്തി പറയുന്നു എന്നാണ്. ശിവദാസൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡീൻ കുര്യാക്കോസ് ഇപ്പോൾ മുന്നോട്ട് വെച്ച കണക്കുകൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ സംഘടനയും മുന്നോട്ട് വെച്ച കണക്കുകൾ, ഇവിടെ NM Pearson കഴിഞ്ഞ ദിവസവും ഇന്നും പറഞ്ഞ കാര്യങ്ങൾ, കണക്കുകൾ അദ്ദേഹം വളരെ വിശദമായി, കാരണം അദ്ദേഹം ഒരു രാഷ്ട്രകർത്താവായതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ മുന്നോട്ട് നിർത്തി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ നടത്തുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഇവിടെ മീൻ വിറ്റ് നടന്നവരും അബ്കാരി കോൺട്രാക്ടർമാരും ദൈവങ്ങളും സമുദായങ്ങളും പള്ളികളും അമ്പലങ്ങളും മറ്റ് സംഘടനകളും ഒക്കെ കൂടി കോളേജ് തുടങ്ങിയിരിക്കുന്നത് പുണ്യം കിട്ടാനൊന്നുമല്ല, കാശ് കഴുത്തറുത്ത് മേടിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം ഗവൺമെൻറ്. ഇവിടെ കാപ്പിറ്റേഷൻ ഫീസ് വാങ്ങുന്നില്ല എന്ന് ഉറപ്പ് പറയാൻ ശിവദാസന് കഴിയുമോ? ഞാനിപ്പം കാശ് കൊടുത്താൽ ഇവിടെ ദൈവങ്ങൾ നടത്തിയാലും ഞാൻ കള്ളക്കാശാണ് കൊടുക്കുന്നത്. ഏത് സമുദായമാണെങ്കിലും ഞാൻ കള്ളക്കാശിലേ കൊടുക്കാൻ പറ്റൂ. കള്ളപ്പണം, ആ പണമാണ് കൊടുക്കുന്നത്. അത് നിയന്ത്രിക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം ഞാൻ പരാതിപ്പെട്ടാൽ ഞാൻ ഈ കാശ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് സർക്കാരിനോട് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ പരാതിക്കാരനില്ല ഇവിടെ. പക്ഷേ കാശ് കൈമാറുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പത്രക്കാർ എത്രയോ കണ്ടുപിടിച്ച് ചാനലുകളിൽ കൂടെ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഈ NM Pearsonഉം ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഡീൻ കുര്യാക്കോസും പറഞ്ഞ കണക്കുകൾ, അതിനെ വെല്ലുവിളിക്കാനുള്ള കണക്കുകൾ നിരത്തിവെക്കാൻ ശിവദാസ താങ്കൾ ഗൃഹപാഠം നടത്തിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ താങ്കൾ പരാജയപ്പെടുന്നു. ഡീൻ കുര്യാക്കോസും ഒക്കെ പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വിലവെക്കപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സമരത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് അഭിലാഷ് പറഞ്ഞത്. സ്വകാര്യ മാനേജ്മെൻറ്റുകളിൽ പ്രവേശനം തേടിപ്പോകുന്ന ഒരു മൈനോറിറ്റി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രശ്നമാണിത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ ജനകീയ പിന്തുണ ഈ സമരത്തിന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ പ്രസക്തി എന്താണ്? ഞാനിപ്പോഴും ഇത് ഡീൻ കുര്യാക്കോസ് ആണ് ശരി, അല്ലെങ്കിൽ ശിവദാസനാണ് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ശരി ഏത് എന്നുള്ളത് വ്യക്തമാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം. ഇവരുമായിട്ട് ചർച്ച നടത്തട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ. ഇതിനകത്ത് ഞാൻ ഒരൊറ്റ ഒരു കാര്യം പറയാം. എൻ്റെ ഭാഗത്തും തോന്നുന്നത്, ഡീൻ കുര്യാക്കോസ് മുമ്പേ പറഞ്ഞു 1,80,000 എന്നുള്ളത് 2 ലക്ഷം, കണക്ക് കൃത്യമായിട്ടല്ല പറയുന്നത്. ആ ഒരു വ്യത്യാസം ബാധിക്കുന്നത് ചിലപ്പോൾ ഒരു 300-400 കുട്ടികളെ ആയിരിക്കും. 400, ചിലപ്പം പിയേഴ്സൻ്റെ മകൾ ഉൾപ്പെടെയുള്ള ഒരു 300-400 കുട്ടികളെയാണ് അത് ബാധിക്കുന്നതെങ്കിൽ ആ കാശ് സർക്കാർ ഒരു സ്കോളർഷിപ്പ്, ഒരു ഗ്രാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു സബ്സിഡി ആയിട്ട് കൊടുക്കാൻ തയ്യാറായാൽ പ്രൈവറ്റ് മാനേജുകൾ കൊണ്ട് തിന്നട്ടെ അവരൊക്കെ. ശ്രീ വി ശിവദാസൻ, എത്രയോ കാലമായി എല്ലാ അധ്യയന വർഷത്തിലും തർക്കമുണ്ടാകുന്ന വിഷയമാണ് ഈ സ്വാശ്രയ പ്രവേശനം. പക്ഷേ ഇവിടെ നേരത്തെ ഡീൻ കുര്യാക്കോസ് സൂചിപ്പിച്ചതുമാതിരി വർഷങ്ങൾക്ക് ശേഷം സർക്കാരിന് കിട്ടിയ ഏറ്റവും നല്ല അവസരമായിരുന്നു ഇക്കുറി. അത് എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇക്കുറിയാണ് നീറ്റ് സംബന്ധിച്ച സുപ്രീം കോടതി വിധി പ്രാബല്യത്തിലുള്ളത്. അതുകൊണ്ടാണ് നീറ്റ് മെറിറ്റിൽ നിന്ന് വേണം പ്രവേശനം എന്ന് ഈ മാനേജ്മെൻറ്റുകൾക്കും അംഗീകരിക്കേണ്ടി വന്നത്. ഇക്കുറി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ഈ അഡ്മിഷൻ പ്രോസസ്സിൽ അലോട്ട്മെൻറ്റ് സർക്കാരിന് നടത്താം എന്ന് ചൂണ്ടിക്കാട്ടി. ഇതിനൊക്കെ ഉപരിയായി സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ന്യൂഡ് സ്പെക്ടേറ്റർ ആകണ്ട എന്ന് വ്യക്തമാക്കിയ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ഉണ്ടായിരിക്കെയാണ് മാനേജ്മെൻറ്റുകളുമായി ഇങ്ങനെ കോംപ്രമൈസുകളുള്ള കരാർ ഒപ്പിട്ടത് സർക്കാർ എന്നുള്ളതാണ് വസ്തുത. ഈ വർഷം ഉണ്ടായ സാധ്യതകളൊന്നും എന്തുകൊണ്ട് സർക്കാർ പ്രയോജനപ്പെടുത്തിയില്ല എന്ന ചോദ്യത്തിനാണ് ആദ്യം ഉത്തരം വേണ്ടത്. അഭിലാഷിൻ്റെ ചോദ്യത്തിന് എന്നതുപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ള ചില കളവുകൾക്ക് കൂടി മറുപടി പറയാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. ഒന്ന്, ഇവിടെ ചില ആളുകൾ മാധ്യമ നിരീക്ഷകരായി ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ജേക്കബ് തോമസ് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല.
അദ്ദേഹം എന്താണ് ഈ സ്വാശ്രയ കോളേജിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? ഡീനിന് വേണ്ടി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടി അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവകാശത്തെക്കുറിച്ചൊന്നും ഞാൻ ചോദ്യം ചെയ്യില്ല. പക്ഷേ കണക്ക് ഒന്ന് കേൾക്കുക. സ്വതന്ത്ര മാധ്യമ നിരീക്ഷകർ എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾ കൂടി ഈ കോൺഗ്രസ്സുകാർ ഉയർത്തുന്ന, യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്ന പൊട്ടത്തരത്തിൻ്റെ വിളമ്പുകാരായി മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആകെയുള്ള സ്വാശ്രയ കോളേജിനകത്ത് 23 കോളേജുകൾ, അവ 2016 എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന മെയ് മാസം 25-ാം തീയതി ആരംഭിക്കപ്പെട്ടതല്ല, അതിനു മുമ്പേയുള്ള കോളേജുകളാണ്. UDF ഇവിടെ ഭരിക്കുന്ന സമയത്ത് ഇതിൽ എത്ര സ്ഥാപനങ്ങളുമായിട്ടാണ് കരാറുണ്ടാക്കിയത്? മഹാനായ അങ്ങ് ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. അതിൽ എത്ര കോളേജുകളുമായിട്ട് കരാറുണ്ടാക്കി? അവിടെ ഉണ്ടായിട്ടുള്ള ഫീസ് ഘടന എന്തായിരുന്നു? അവിടെ 4 ഇന്റർ ചർച്ച് കൗൺസിൽ കോളേജുകളുമായിട്ട് കരാറുണ്ടാക്കി. ആ കരാറും ഇപ്പോഴത്തെ ഫീസ് ഘടനയും തമ്മിൽ ഏതാണ് കുറവ്, ഏതാണ് കൂടുതൽ? മഹാനായ അങ്ങ് ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്ക്. 2, കഴിഞ്ഞ വർഷം കേൾക്കൂ, പറഞ്ഞു തരാം, കണക്ക് തന്നെ വായിച്ചു തരാമല്ലോ, സർക്കുലർ തന്നെ. 3,50,000 രൂപ, 4,40,00,000 രൂപ വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോഴെത്രയാണ് വിദ്യാർത്ഥി കൊടുക്കേണ്ടി വരിക? 25,000-ഉം 2.5 ലക്ഷം രൂപയാണ്. എനിക്ക് പറയാൻ മടിയില്ല. ഒന്നുകൂടി ഞാൻ ചേർത്ത് അങ്ങയോട് പറഞ്ഞു തരാം. കഴിഞ്ഞ വർഷം മെറിറ്റ് സീറ്റിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയും ആദ്യത്തെ 1,200 വിദ്യാർത്ഥികൾ മാനേജ്മെൻറ്റുകൾക്ക് കൊടുക്കേണ്ടിയിരുന്ന ഫീസ് എന്ന് പറയുന്നത്, അത് ആകെ ചേർത്താൽ വേണ്ടി വരിക എത്രയാണെന്ന് കൂടി അങ്ങയോട് ഞാൻ പറഞ്ഞു തരാം. അങ്ങയ്ക്ക് കൂട്ടി നോക്കാൻ പറ്റുമല്ലോ. ആകെ 490 സീറ്റിൽ 25,000 രൂപയും 735 സീറ്റിലെ 2.5 ലക്ഷം രൂപയും ചേർത്ത് വെച്ചാൽ ആകെ വരുന്ന തുക 19,60,00,000 എന്ന് പറഞ്ഞാൽ ശരാശരി ഫീസ് ആദ്യത്തെ 1,225 സീറ്റിലെ ശരാശരി ഫീസ് എന്ന് പറയുന്നത് 1,60,000 രൂപ. കണക്കറിയുമെങ്കിൽ കൂട്ടുക, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കഴിഞ്ഞ വർഷത്തെ എടുക്കാം. ശരാശരി ഫീസ് ആദ്യത്തെ 1,225 സീറ്റിൽ 3,72,000. പ്രിയപ്പെട്ട സുഹൃത്ത്, ആരാധ്യനായ മാധ്യമപ്രവർത്തകൻ, കൂട്ടിവെച്ച് നോക്കുക ഏതാണ് കൂടുതൽ. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള 3,72,000 രൂപയാണോ ശരാശരി ഫീസ് ആയിട്ടുള്ള? അതാണോ കൂടുതൽ? അതല്ല 1,60,000 ആണോ? ഇനി ഒന്നുകൂടി പറയാം. കഴിഞ്ഞ വർഷം 1,225 സീറ്റിൽ വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടി വരുന്ന ടോട്ടൽ ഫീസ് 45,60,66,00,000. ഇപ്പോൾ 19,60,00,000. പ്രിയപ്പെട്ട സുഹൃത്തെ, ഏതാണ് ഇതിനകത്ത് കൂടുതൽ എന്നുള്ളത് കൂടി നോക്കി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് ഭംഗിയായിരിക്കും, നല്ലതായിരിക്കും. പിന്നെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, എന്തുകൊണ്ടാണ് UDFന് എല്ലാ കോളേജുകളുമായിട്ട് ഒന്നുമില്ലെങ്കിൽ അതിലെ 4-1 ഇന്ന് ഇടതുപക്ഷത്തിനേക്കാൾ ശേഷിയുള്ള സമരം നടത്താനൊക്കെ ശേഷിയുണ്ട് എന്ന് അങ്ങും യൂത്ത് കോൺഗ്രസും പറയുന്ന ഈ സംഘടനകൾക്ക് എന്തേ കഴിഞ്ഞ വർഷം ഇതുപോലൊരു കരാർ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയാതെ പോയത് എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിൽ ഉയരുന്ന സംശയം. ഇനി മറ്റു കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ള ഈ വിഷയങ്ങൾ. UDF ഇത് വഷളാക്കി. ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ശരിയായ ധാരണ കൊടുക്കാതിരിക്കാൻ മാധ്യമങ്ങളിൽ ഒരു പറ്റം, ഈ ചർച്ചയിൽ പങ്കെടുത്ത അങ്ങയെപ്പോലുള്ള ഒരു പറ്റം ആളുകളും യൂത്ത് കോൺഗ്രസ്സുകാരും ജനങ്ങളുടെ ഇടയിൽ കപട പ്രചരണം നടത്തുകയാണ്. UDF ഉണ്ടാക്കിയ കരാറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ കരാറിനേക്കാൾ മെച്ചപ്പെട്ട കരാറെന്ന് വലിയ പ്രചരണം നടത്തിയാണ്. ഈ പൊള്ള പ്രചരണമാണ് ഞങ്ങൾ ഇവിടെ തുറന്നു കാണിക്കുന്നത്. വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ആദ്യത്തെ 1,225 സീറ്റിന് ഞാൻ പറഞ്ഞ കണക്ക് തെറ്റാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളോട്. നിങ്ങൾക്ക് തെളിയിക്കാനുള്ള ഏതെങ്കിലും രേഖ എടുത്തിട്ട് വരാൻ പറ്റുമെന്ന്. ഇവിടെ ഡീന് പറഞ്ഞല്ലോ കള്ളക്കണക്കെന്ന്. പറയെങ്കിൽ കണക്ക് കൂട്ടാൻ അറിയെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇപ്പം തന്നെ കൂട്ടി നോക്ക്. ആദ്യത്തെ 1,225 സീറ്റിൻ്റെ ഫീസ് അങ്ങും കൂട്ടി നോക്ക്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല. ഞങ്ങൾ ഈ മേഖലയിൽ നീണ്ട കാലമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ കളവ് പറയാനുള്ള ശേഷി ഒരു പക്ഷേ ഉണ്ടാവില്ല. പക്ഷേ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ കണക്ക് കൃത്യമായി എടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നത്. സർക്കാരിൻ്റെ ഓർഡറിൻ്റെ കോപ്പിയും എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. 2 വർഷത്തെയും കരാറിൻ്റെ കോപ്പി നെറ്റിൽ അവൈലബിൾ ആണല്ലോ. ഒന്ന് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ NRI സീറ്റിൻ്റെ ഫീസ് എത്രയാണ്, മെറിറ്റ് സീറ്റിൻ്റെ ഫീസ് എത്രയാണ്, SC/ST വിദ്യാർത്ഥികളുടെ ഫീസ് എത്രയാണ്. ആ SC/ST വിദ്യാർത്ഥികളുടെ ഫീസ് എന്ന് പറയുന്നത് സർക്കാർ അടക്കുന്ന ഫീസാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. BPL വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഫീസ് എത്രയാണ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പറയുന്ന ആദ്യത്തെ സീറ്റിനാണല്ലോ 25,000 രൂപയും പിന്നീടാണല്ലോ 2.5 ലക്ഷം രൂപയായിട്ട് വന്നിട്ടുള്ളത്. ഈ ഫീസിലേക്ക് എത്തുന്നത് നിങ്ങളുടെ സ്വാഭാവിക വർധനവ് എന്ന് പറഞ്ഞാൽ പോലും ഇതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളത് ഓർമ്മിക്കുന്നത് നല്ലതായിരുന്നു. ശ്രീ V. ശിവദാസൻ, ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കണക്ക് എന്താണ്? 20% സീറ്റുകളിൽ ഫീസ് വർധനയില്ല. അതിനുശേഷമുള്ള 30% മെറിറ്റ് സീറ്റുകളിൽ 65,000 രൂപ
ഇക്കുറി ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷമുള്ള 35% മാനേജ്മെന്റ് കോട്ട സീറ്റുകളിൽ 2.5 ലക്ഷം രൂപ ഒരൊറ്റ വർഷം കൊണ്ട് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷമുള്ള 15% NRI കോട്ട സീറ്റുകളിൽ 2.5 ലക്ഷം രൂപ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ലളിതമായി പറയാൻ കഴിയുന്ന കണക്ക്. ആ ലളിതമായി പറയാൻ കഴിയുന്ന കണക്കനുസരിച്ച് മെറിറ്റ് സീറ്റിൽ 65,000-ഉം ബാക്കി സീറ്റിൽ 2,50,000-ഉം ഫീസ് വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണ് ഇതിൻ്റെ കൂടുതൽ പ്രയോജനം വിദ്യാർത്ഥികൾക്കാണ് എന്ന് വാദിക്കുന്നത്. ആയിക്കൊള്ളട്ടെ, ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, സർക്കാരിന് പ്രവേശനം നിയന്ത്രിക്കാൻ സാധ്യമായ ഒരു സാഹചര്യം ഇത്തവണ ഉരുത്തിരിഞ്ഞു വന്നിട്ടും എന്തുകൊണ്ടാണ് അത് പ്രയോജനപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് സർക്കാർ ഞങ്ങൾ അലോട്ട്മെന്റ് നടത്തുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാതിരുന്നത്? അങ്ങനെ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഈ മാനേജ്മെന്റുകൾ സർക്കാർ വരച്ച വരയിൽ നിൽക്കുമായിരുന്നുവല്ലോ. ആ സാധ്യത എന്തുകൊണ്ട് വിനിയോഗിച്ചില്ല? ഒന്ന് അഭിലാഷ്, ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെയുള്ള ഒരു സുപ്രീം കോടതിയുടെ വിധിയും ഒരു ഹൈക്കോടതിയുടെ വിധിയിലും മാനേജ്മെന്റുകളുടെ പ്രവേശനം, അതുപോലെ മാനേജ്മെന്റുകളുടെ ഫീസ് ഘടന ഇങ്ങനെയായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടില്ല. മാനേജ്മെന്റുകൾ ചുമത്തേണ്ടുന്ന ഫീസ് എത്രയായിരിക്കണമെന്ന് ഒരു സുപ്രീം കോടതി വിധിയിലും നാളിതുവരെ പറഞ്ഞിട്ടില്ല. ഇനാംദാർ കേസെടുത്താലും ഉണ്ണികൃഷ്ണൻ കേസെടുത്താലും ഇപ്പോൾ അഭിലാഷ് തന്നെ പരാമർശിച്ചിട്ടുള്ള കേസുകളുടെ സുപ്രീം കോടതിയുടെ വിധിയെടുത്താലും ആ വിധികളിലൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്തായിരിക്കണം ഫീസ് ഘടനയെന്ന്. ഏറ്റവും അവസാനം കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിക്കകത്ത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ മാനേജ്മെന്റുകളോട്, കണ്ണൂർ മാനേജ്മെന്റുകളോട് അവർക്ക് അവരുടെ ഫീസ് നിലവിൽ അവർ നിശ്ചയിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കാനുള്ള അധികാരവും പിന്നീട് ഈ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയെ കണ്ട് ആ കമ്മിറ്റിയുടെ നിശ്ചയങ്ങൾക്ക് വിധേയമായി കൊണ്ടുപോകാനുമാണ് കോടതി അവർക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ ഈ കരാർ ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് ഈ ഫീസിൽ, ഇത്രയെങ്കിലും ഫീസിൽ വിദ്യാർത്ഥികൾക്ക് 1,229 വിദ്യാർത്ഥികൾക്ക് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഫീസിൽ പഠിക്കുന്നതിനുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ആ നേട്ടത്തെ ഏറ്റവും സുപ്രധാനമായ വസ്തുത ഈ മാനേജ്മെന്റ് കോളേജ് കാര്യം പറയാതിരിക്കാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞ കണക്ക് തെറ്റാണ് എന്ന് പറയുകയുണ്ടായി. ആ കണക്ക് കള്ളക്കണക്കാണ് എന്ന് പറയുകയുണ്ടായി. അതൊന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നു. ആ 1,225 സീറ്റിന്റെ ഫീസിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അത് തെറ്റെന്ന് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ശരി ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ മാനേജ്മെന്റ് കോളേജുകളിൽ ഫീസ് നിർണയിച്ച് സർക്കാരിന് പ്രവേശനം നടത്തുക എന്നുള്ളത് അസാധ്യമാണ്. പ്രവേശനം മോണിറ്റർ ചെയ്യാം, പ്രവേശനത്തിലെ പോരായ്മകൾ തിരുത്താം, ഇനിയിപ്പോൾ ഏകീകൃത അലോട്ട്മെന്റ് തന്നെ പുതിയ കോടതി ഉത്തരവുകളുടെ വെളിച്ചത്തിൽ നടത്താം. പക്ഷേ ഫീസ് ആര് നിശ്ചയിക്കും? ക്രോസ് സബ്സിഡി സുപ്രീം കോടതി നേരത്തെ നിരോധിച്ചിട്ടുള്ള ഒന്നാണ്. ഒരു ഏകീകൃത ഫീസ് ഘടന വേണ്ടിവരും. അത് നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ ഫീസിനേക്കാൾ കൂടുതലായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കെങ്കിലും 25,000 രൂപ മുതൽ മുടക്കിൽ MBBSന് ചേരാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ സെനാരിയോ പൂർണ്ണമായും മാറും. വളരെ ഉയർന്ന ഒരു തുക കൊടുത്ത് പഠിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ആ നിലയ്ക്ക് പോയാൽ അത് ഒഴിവാക്കാൻ മാനേജ്മെന്റുകളുമായി ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വന്നു. നിങ്ങളുടെ സർക്കാരിനും ഇതുമാതിരിയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതായത് ശിവദാസൻ ഇപ്പം 2ാം തവണയും ആവർത്തിച്ച് ചില കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഞാനത് പറഞ്ഞു തരാം. അതായത് ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ കെയർ ഓഫിൽ 4 കോളേജുകളാണുള്ളത്. 4 കോളേജുകളിൽ 100 സീറ്റ് വീതം. അപ്പം 400 സീറ്റിൽ 200 സീറ്റ് ഗവൺമെൻറ് കോട്ടയിൽ നിന്നും പ്രവേശിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പം 20% ആളുകൾക്ക് ഈ 4 കോളേജുകളിലും 20% ആളുകൾക്ക് 25,000 രൂപയുടെ ഫീസും ബാക്കി 30% ആളുകൾക്ക് 2.5 ലക്ഷം രൂപ ഫീസും. ഇതാണല്ലോ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ ആ പഴയ 4 കോളേജുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ 4 കോളേജുകളിൽ 50% മെറിറ്റ് സീറ്റിൽ 30%-ൽ 2.5 ലക്ഷത്തിനും 20%-ൽ 25,000 രൂപയ്ക്കും പഠിപ്പിക്കാൻ പറ്റുന്നു എന്നാണ് ശിവദാസൻ അവകാശപ്പെടുന്നത് എങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ കണക്കുകളിലെ മേന്മയെങ്കിൽ ഞാൻ ഒരു കാര്യം വളരെ സിമ്പിളായി ചോദിക്കട്ടെ ശിവദാസ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തും പാരിപ്പള്ളിയിലും ഇടുക്കിയിലും, ഞാൻ ഇടുക്കിയിൽ നിന്നും വരുന്നയാളാണ്, ഇടുക്കി ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച് 2 അഡ്മിഷൻ നടത്തിയതാണ്. എവിടെ പോയി ഈ അധ്യയന വർഷത്തിലെ 50 സീറ്റ്?
നിങ്ങൾ ആ 50 സീറ്റിൽ 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാമായിരുന്നല്ലോ. അതുപോലെ പാരിപ്പള്ളിയിൽ ഇപ്പോൾ പോലും ലോധ കമ്മിറ്റിയുടെ മുൻപിൽ മാന്യമായ ഒരു അപ്പിയറൻസ് നടത്തി അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ 100 സീറ്റിൽ 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആളെ പ്രവേശിപ്പിക്കാമല്ലോ. തിരുവനന്തപുരത്ത് ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജിൽ 100 സീറ്റിലും 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആളെ പ്രവേശിപ്പിക്കാമായിരുന്നല്ലോ. അപ്പൊ 250 സീറ്റിൽ 25,000 രൂപയ്ക്ക് മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് ആളെ പ്രവേശിപ്പിക്കാമായിരുന്നു. ആ 250 സീറ്റിൽ 25,000 രൂപയ്ക്ക് ആളെ പ്രവേശിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി ഈ സ്വകാര്യ ലോബിയുമായി ഒത്തുകളിച്ചവരാണ് നിങ്ങൾ. ഞങ്ങളുടെ സമരം ആരംഭിക്കുന്നത് അവിടെയാ. ഇപ്പൊ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ കൈകളിൽ നിന്നും ഇന്റർ ചർച്ച് കൗൺസിൽ എങ്ങനെയാ ഈ എഗ്രിമെന്റിൽ വന്നത്? അവർ 4.5 ലക്ഷം രൂപ വീതം 85% സീറ്റിലേക്കും ആളെ പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. അവര് നോക്കിയപ്പോ ഈ കരാർ യാഥാർത്ഥ്യമായപ്പോ അവർക്ക് ഈ വർഷം തന്നെ ഏതാണ്ട് 1.5 കോടി രൂപയോളം ഓരോ കോളേജിനും ലാഭം കിട്ടുകയാണ് ഈ കരാറിൽ നിന്നും. അപ്പൊ 250 ആളുകളെ 25,000 രൂപയ്ക്ക് പഠിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കേവലം 4 കോളേജുകളിൽ നിന്നും 100 കുട്ടികളെ 25,000 രൂപയ്ക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ശിവദാസ, നിങ്ങളുടെ കണക്ക് കള്ളക്കണക്ക് തന്നെയാണ്. അത് അഴിമതിയുടെ കണക്കാണ്. പരിയാരം മെഡിക്കൽ കോളേജ് നിങ്ങളുടെ കോളേജല്ലേ? അവിടെ ഭരണസമിതി എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലല്ലോ, UDF അല്ലല്ലോ, CPM അല്ലേ പരിയാരം ഭരിക്കുന്നത്? ഗവൺമെന്റ് LDF ഗവൺമെന്റ് അല്ലേ? നിങ്ങൾക്ക് ആ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു 10% കൂടി 25,000 രൂപയ്ക്ക് പഠിപ്പിക്കാമായിരുന്നില്ലേ? ഇനി അത് പോകട്ടെ, ഈ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് 1,44,50,000 രൂപയുടെ അധിക വരുമാനമാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് എങ്കിൽ 1,75,00,000 അപ്പുറം നേട്ടമാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ ഒറ്റ അധ്യയന വർഷം കൊണ്ടുണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് ആരെ സഹായിക്കാനാണ്? ഏത് മെറിറ്റ് സീറ്റിനെ കുറിച്ചാണ് നിങ്ങൾ ഈ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത്? ഒരു കാരണവശാലും നിങ്ങളുടെ ഈ കള്ളക്കണക്ക് വിജയിക്കാൻ പോകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നീറ്റ് മെറിറ്റിനെ സംബന്ധിച്ച് ഇവിടെ ഒരു കാര്യത്തിൽ തർക്കം വേണ്ട. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് അനുസരിച്ച്, കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കുലർ അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ മാന്യമായ നിലയിൽ പ്രവേശന നടപടികൾ നടക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിലും സാധ്യമാകുമായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട NM പിയേഴ്സൺ ആദ്യം സൂചിപ്പിച്ചത്. ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്, ആ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ ഈ ഇതുപോലെയുള്ള സ്വകാര്യ കച്ചവടക്കാരുമായി ഒത്തുതീർപ്പുണ്ടാക്കി സ്വന്തം ഭരണസമിതി ഭരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് വരെ തീവട്ടിക്കൊള്ള നടത്തി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ആരോപണങ്ങൾ. അതാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ആരോപണങ്ങൾ. തുടരുക ശ്രീ ഡീൻ കുര്യാക്കോസ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ V ശിവദാസൻ, ഞാനൊരു കോമൺ സെൻസ് ചോദിക്കട്ടെ. ഇന്റർ ചർച്ച് കൗൺസിൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സർക്കാരുമായി കരാർ ഒപ്പിടാൻ തയ്യാറായിരുന്നില്ലല്ലോ. അവർ സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തി. സർക്കാരിന്റെ ഒരു ഡയറക്ഷനും അനുസരിച്ചില്ല, അതിന് പുല്ലുവില കൽപ്പിച്ചു. സമാനമായ വിധത്തിൽ UDF അധികാരത്തിൽ വന്നു. അവർ സർക്കാരിന്റെ യാതൊരു നിയന്ത്രണത്തിലും നിന്നില്ല. അവർ സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തി. ഈ സ്വാശ്രയ മേഖലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കോളേജുകളുമാണവ. അവ ഇക്കുറി സർക്കാരുമായി കരാർ ഒപ്പിടുന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് നഷ്ടം വരുന്നത് കൊണ്ടല്ലല്ലോ, അത് നിശ്ചയമായും അവർക്ക് ലാഭം വരുന്നത് കൊണ്ടല്ലേ? കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്റർ ചർച്ച് കൗൺസിൽ മുൻകാലങ്ങളിൽ കരാറിന് സന്നദ്ധമായിരുന്നില്ല. സർക്കാരിന്റെ ഒരു തിട്ടൂരവും അംഗീകരിക്കാൻ അവർ സന്നദ്ധരായിരുന്നില്ല. അവരതിന് പുല്ലുവില കൽപ്പിച്ചിരുന്നു. അവർ ഇപ്പോൾ സർക്കാരുമായി ഒരു കരാറിന് സന്നദ്ധമാണ് എങ്കിൽ അവർ പേടിച്ചല്ലോ. അവർക്ക് എന്തോ ഒരു ലാഭം അതിലുള്ളത് കൊണ്ടല്ലേ? അഭിലാഷ്, എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ കുറിച്ച് ഈ മാനേജ്മെന്റുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. അത് നേരത്തെ ഇവിടെ അധികാരത്തിലിരുന്ന UDFന്റെ ഗവൺമെന്റ് പോലെയല്ല, ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആണ്. അല്ല, 2006 മുതൽ 2011 വരെ ഭരിച്ചപ്പോൾ MA ബേബി ചന്ദ്രഹാസം ഇളക്കി സ്വാശ്രയ നിയമവും കൊണ്ടുവന്നപ്പോഴും അടുപ്പിച്ചിട്ടില്ല ഇന്റർ ചർച്ച് കൗൺസിൽ. അന്ന് വരാതിരുന്ന ഇന്റർ ചർച്ച് കൗൺസിൽ ഇന്ന് വന്നെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അഭിലാഷ് ഒന്ന് പറഞ്ഞോട്ടെ. 2006 MA ബേബിയുടെ വിദ്യാഭ്യാസ ബില്ല്, അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും തങ്കലിപികളിൽ എഴുതി വെക്കേണ്ടി വന്ന ഒരു ബില്ലാണ് എന്നുള്ളത്
ഞാനും ചർച്ചയിൽ പങ്കെടുക്കുന്ന അഭിലാഷിനും മാത്രമല്ല കേരളത്തിലെ ജനങ്ങളാകെ സമ്മതിക്കുന്ന ഒന്നാണല്ലോ. ഞാൻ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകല്ല. ആ ഗവൺമെന്റിന്റെ കാലത്ത് എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഗുണപരമായ വശം അനുഭവിച്ച ഇന്റർ ചർച്ച് കൗൺസിൽ ഇന്ന് വരുന്നു. അന്ന് വരാതിരുന്ന ഇന്റർ ചർച്ച് കൗൺസിൽ ഇന്ന് വരുന്നു. എന്തുകൊണ്ട്? ലാഭമില്ലാത്ത ഏത് കച്ചവടത്തിനാണ് അവർ വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ലാഭം ഉണ്ടായിട്ടായിരിക്കും അവർ ഇപ്പോൾ വരുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങളും കേരളത്തിലെ ജനങ്ങളാകെ കേൾക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ MA ബേബി അവതരിപ്പിച്ചിട്ടുള്ള അന്നത്തെ ബില്ലിനെ കുറിച്ച് നിങ്ങൾ മോശമായ നിലയിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ നിരവധിയായ വിദ്യാർത്ഥികൾ ഞാൻ അതൊന്ന് വിശദീകരിക്കട്ടെ. അന്ന് വളരെ ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ നിയമനിർമ്മാണവും മറ്റുമായി മുന്നോട്ട് പോകുമ്പോൾ പോലും സഹകരിക്കാതിരുന്ന ഇന്റർ ചർച്ച് കൗൺസിൽ ഇപ്പോൾ സഹകരിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അക്കാലത്തെ ഇകഴ്ത്തിയിട്ടില്ല. നല്ല ശ്രമം നടത്തിയ കാലത്ത് ഇന്റർ ചർച്ച് കൗൺസിൽ യോജിച്ചില്ല. UDFന്റെ കാലത്ത് യോജിച്ചില്ല. ഇപ്പോൾ യോജിക്കുന്നത് എന്തുകൊണ്ടാണ്? നഷ്ടമുണ്ടെങ്കിൽ അവർ യോജിക്കില്ലല്ലോ. അതിന്റെ കാരണം അന്വേഷിക്കേണ്ടത് ഞാനല്ല. അതിന്റെ കാരണം അന്വേഷിക്കേണ്ടത് നിങ്ങൾക്ക്, മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് അതിന്റെ കാരണം അന്വേഷിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ കരാർ കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന കരാറുകൾ, UDFന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള കരാറിനേക്കാൾ കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടം സമ്മാനിക്കുന്ന, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മെറിറ്റിൽ പഠിക്കാൻ അവസരം നൽകുന്ന, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ അവസരം നൽകുന്ന, കേരളത്തിലെ മാനേജ്മെന്റുകൾക്ക് 46 കോടി രൂപ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ കുറഞ്ഞ ഫീസ് മാത്രം ലഭിക്കുന്ന ഒരു കരാറാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന കരാർ എന്നത് മാത്രമാണ് എനിക്ക് പറയാൻ. ശരി, വ്യക്തമാണ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടേതാണ് കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ്. ഈ കരാർ വിദ്യാർത്ഥികൾക്ക് നേട്ടം ഉണ്ടാകുന്നതാണ് എന്ന് സ്ഥാപിക്കാൻ ഇടതുപക്ഷത്തിന് വിജയകരമായി കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷത്തിന് വിജയകരമായി ഞങ്ങൾ ശരിയുടെ പക്ഷത്താണ് എന്ന് ഈ വിഷയത്തിൽ ബോധിപ്പിക്കാൻ, കേരളത്തിന്റെ സമൂഹത്തെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയം എന്ന് പറയുന്നത്, അഭിലാഷ്, നമുക്കൊക്കെ അറിയാം, ഒരു പ്രചാരണമാണ്. നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു സംഭവം, ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനെ സാധൂകരിക്കുകയും ആ നിലപാടാണ് ശരി എന്ന് വരുത്തുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. മുഖ്യമന്ത്രിയാണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും ആരോഗ്യമന്ത്രിയാണെങ്കിലും ഈ കാര്യത്തിലൊക്കെ നടത്തുന്ന നീക്കങ്ങൾ, അതുപോലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ നടത്തുന്ന ശ്രമങ്ങൾ, അതൊക്കെ ആ വഴിക്കാണ്. പ്രതിപക്ഷത്തിന് അവരുടെ കർമ്മം ചെയ്യാനുള്ള അവകാശവുമുണ്ട്. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം, എനിക്ക് തോന്നുന്നു ഡീൻ കുര്യാക്കോസും പ്രതിപക്ഷവും നേരിടുന്ന യഥാർത്ഥ പ്രശ്നം, ഇത് ഒരു ന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അല്ല, ഒരു പൊതുവായ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു ന്യൂനപക്ഷം, ഇത് കുറേ നൂറുകണക്കിന് കുട്ടികൾ മാത്രമാണ് ഈ അധിക ഫീസ് എന്ന് പറയുന്ന ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്നത്, അതും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് ഒരു സാധാരണഗതിക്ക് ഒരു പ്രശ്നം, ഒരു ആശങ്കയുടെ ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇത് പൊതുവായ ഒരു വിഷയമല്ല. ആ ഒരു കാര്യം അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ എത്രമാത്രം കിട്ടും എന്നുള്ളൊരു വിഷയം കൂടി തീർച്ചയായും വ്യക്തമാണ്. നമുക്ക് എന്തായാലും നാളെയും ഇതേ ചർച്ച തന്നെ തുടരേണ്ടി വരും. നാളെ നിയമസഭയിൽ ഇതിന്റെ ഒരു ഫൈനൽ ഷോ ഡൗൺ പ്രതീക്ഷിക്കുകയാണ്. വളരെ നന്ദി ശ്രീ വി ശിവദാസൻ, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ NM പിയേഴ്സൺ, ശ്രീ ജേക്കബ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി AIADMK. നാളെ മുതൽ സർക്കാർ സംവിധാനങ്ങൾ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന് പാർട്ടി വക്താവ് CR സരസ്വതി അറിയിച്ചു. ജയലളിതയെ കാണാൻ ADMK പ്രവർത്തകരുടെ പ്രവാഹമാണ് അപ്പോളോ ആശുപത്രിയിലേക്ക്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.